നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ മുന്നിൽ വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് പറയാൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കിട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റ് ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഉദ്ഘാടനം മാർച്ച് 1 തീയതിയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടെ ചേരുകയാണ്. സെയ്ഫ്, ഇന്ന് നടത്താനിരുന്ന താക്കോൽ കൈമാറ്റമാണ് മാർച്ച് 1 തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരുന്ന കാരണങ്ങൾ അപ്രോച്ച് റോഡിന്റെ അടക്കം നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട്. പിന്നെ ഫൈസൽ ഇപ്പോൾ കാണിച്ച കുറച്ച് ദൃശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീട് മുഴുവനായിട്ടും പണി തീർന്നിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അത് മുഴുവൻ പൂർത്തീകരിക്കാം എന്നുള്ള ഒരു ലക്ഷ്യമാണോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്? അതെ ജിൽസി, നമ്മൾ ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലേക്കാണ് ഈ ഒരു നിർദ്ദേശം പോയത്. മറ്റന്നാൾ തീരുമാനിച്ചിരുന്ന, അതായത് ഇന്നലെ പറയുമ്പോൾ മറ്റന്നാൾ തീരുമാനിച്ചിരുന്ന ഉദ്ഘാടനം 1 തീയതിയിലേക്ക് മാറ്റി എന്നൊരു അറിയിപ്പ് മാത്രമാണ് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. അതിൻ്റെ കാരണം എന്ത് എന്ന് ആദ്യം വ്യക്തമല്ലായിരുന്നു. പിന്നീട് നമ്മൾ തിരക്കിയപ്പോഴാണ് അതിൻ്റെ സംസ്ഥാന സർക്കാർ പറയുന്ന കാരണം നമുക്ക് വ്യക്തമായി കിട്ടിയത്. 28 തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന കരുതലാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസിൻ്റെ മുന്നറിയിപ്പ് അങ്ങനെയായിരുന്നു. ഈ മാസം 28 കൂടി ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്ന വിലയിരുത്തലിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് കൊണ്ടാണ് നാളത്തെ തീയതി 25 തീയതി ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും മുഖ്യമന്ത്രി അത് ഫേസ്ബുക്കിൽ പോസ്റ്റായി ഇടുകയും ചെയ്തത്. വ്യാപകമായ പ്രശംസ പല കോണുകളിൽ നിന്ന് അതിനെ കിട്ടുകയും ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി മാർച്ച് മാസം 6 തീയതി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് കൊച്ചിയിലാണ് വരുന്നത്. NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന വിലയിരുത്തൽ കൂടി സംസ്ഥാന സർക്കാരിനുണ്ടായി. പ്രധാനമന്ത്രി വരുന്നു എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 28 തീയതി ഉണ്ടാകില്ല. മാർച്ച് മാസം 2 ആഴ്ചയിലേക്ക് അത് മാറ്റിവെക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന് അവസാനം കിട്ടിയ ഒരു അറിയിപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർദ്ദേശം നൽകിയത്. അവിടുത്തെ പണി കുറച്ചുകൂടി പൂർത്തിയാകുന്നുണ്ട്. ഇപ്പോൾ വീടുകളുടെ പണി 175 വീടുകളാണ് അവിടെ, അപ്പോൾ 78 വീടുകളാണ് പൂർത്തീകരിച്ചത് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ വീടുകളിൽ കുറച്ച് പണി ബാക്കിയുണ്ട്. ഇപ്പോൾ വാട്ടറിൻ്റെ ആയാലും ഇലക്ട്രിസിറ്റിയുടെ ആയാലും അടക്കം പണികൾ കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ചില വീടുകളുടെ ഫ്രണ്ടിൽ തറയിടുന്ന അടക്കമുള്ള പണികൾ ബാക്കിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഒരു അപ്രോച്ച് റോഡുണ്ട്. വയനാട് ടൗൺഷിപ്പിലേക്ക് പോകാനുള്ള അപ്രോച്ച് റോഡുണ്ട്. ആ അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ആ അപ്രോച്ച് റോഡിൻ്റെ പണി വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകി. 27 തീയതിക്കുള്ളിൽ അത് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. അതുകൊണ്ട് ഉദ്ഘാടനം 25 നിന്ന് മാർച്ച് 1 നമുക്ക് മാറ്റാം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്ന ഡേറ്റിനേക്കാൾ മുന്നോട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോകുമെന്ന വിലയിരുത്തൽ. 2, അപ്രോച്ച് റോഡിൻ്റെയും മറ്റ് വീടിൻ്റെ ചില പണികൾ പൂർത്തിയാകാത്തതും. ഇതുകൊണ്ടാണ് അത് നീട്ടിവെച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ പരിപാടി അത് പ്രൗഢഗംഭീരമായ ചടങ്ങാക്കി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എല്ലാ വകുപ്പുകളും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവിടുത്തെ ആ ചടങ്ങ് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ നാളെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ വീടുകൾക്ക് തറക്കല്ലിടുന്നു. ലീഗിൻ്റെ വീട് 28 തീയതി കൈമാറുന്നു. അവർ രണ്ടുപേരുടെയും ചടങ്ങ് മാറി നിൽക്കുന്ന തരത്തിൽ വലിയ ചടങ്ങാക്കി അത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ചടങ്ങ് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം മുഖ്യമന്ത്രി മറ്റു വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ ആകെ ഒരു കൈകോർക്കലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വയനാട് ടൗൺഷിപ്പിനെ കാണാൻ കഴിയുന്നത്. ഒരു സർക്കാരിൻ്റെ മാത്രം പ്രവർത്തനമായിട്ടല്ല. അവിടെ ദുരന്തമുണ്ടായ സമയത്ത് അവിടുത്തെ സന്നദ്ധ സംഘടനകളുണ്ട്, പൊതുജനങ്ങളുണ്ട്, രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ പൊതുജനങ്ങൾ ഉണ്ട്. കുടുംബങ്ങൾ നഷ്ടപ്പെട്ട അവരുടെ കണ്ണുനീർ അത് തുടയ്ക്കുക എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ഈ ടൗൺഷിപ്പ് കൊണ്ട് ലക്ഷ്യം വെച്ച കാര്യം. അതൊരു പരിധിവരെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ വീടിൻ്റെ ടോക്കൺ എടുക്കുന്ന സമയത്ത്, അത് ലോട്ട് എടുക്കുന്ന സമയത്ത്, വീട് ഏതാണ് എന്ന് ലോട്ട് എടുക്കുന്ന സമയത്ത് ഇത് ജിൽസിക്ക് ഓർമ്മയുണ്ടാകും. ആ ദൃശ്യം, ഒരമ്മ ആ ടോക്കൺ എടുത്ത ശേഷം, ആ ലോട്ട് എടുത്ത ശേഷം കരയുന്നൊരു ദൃശ്യം, അതൊരു ആനന്ദ കണ്ണീരായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. എല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് കിടപ്പാടം കിട്ടുന്നു എന്നുള്ള സന്തോഷമായിരിക്കും ആ കണ്ണീരിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് കേരളമാകെയുള്ള ഒരു ചടങ്ങായി, കേരളത്തിൻ്റെ ആകെ ഒരു ചടങ്ങായി അത് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. ഇത് മാറ്റാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ 2 കാരണങ്ങൾ തന്നെയാണ് ജിൽസി. ശരി, സെയ്ഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.